അണ്ണാ അപ്പം മുതുക്കില് നിന്നപ്പോ ഇവന്മാര് വാഗോസ് മോബായിട്ട് എന്തോ സിറ്റുവേഷൻ നിൽക്കായിരുന്നു അണ്ണാ. ഇവനെ വന്ന് ഇടിച്ചങ്ങ് ഇട്ട് ഇവ എന്നിട്ട് ചൊറിയായിരുന്നു. ലൈക്ക് വന്ന് ഇടിച്ചിട്ടിട്ട് എടാ നീ ബാധിക്കുന്നല്ല നല്ല സിറ്റുവേഷൻ. പപ്പടത്തിന് ചൊറിഞ്ഞ് എടാ ബാക്കി എന്തിനു വില്ലുമോനെ പറ, നീ എല്ലാം ഉണ്ടായിരുന്നു സിറ്റുവേഷൻ. ചെറിയ വണ്ടിയില്ലേ, മറ്റൊരു ചെറിയ വണ്ടിയില്ലേ, അപ്പൊ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഇവന്മാരെ വാഗോസിന്റെ വണ്ടി വന്ന് ചെറുതായിട്ട് ബാക്കിൽ ഒന്ന് ഇടിച്ചപ്പോ പപ്പ അങ്ങ് തെറിച്ചു പോയി. അത് കഴിഞ്ഞ് പപ്പ അവിടെ അടുത്ത് ചോദിക്കാൻ വന്നപ്പോ പിന്നെ അവിടെ സംസാരം കൊണയായി. അപ്പോഴേക്ക് ഇടയ്ക്ക് കയറി വന്ന് വേറൊരു വണ്ടി ഇടിച്ചപ്പോ നമ്മളെല്ലാരും തെറിച്ചു പോയി. എന്നിട്ട് വാഗോസിന് വണ്ടി അവര് ഗ്യാങ് സൈഡ് പോയി. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ റേഡിയോയിൽ ഇങ്ങനെ വേളായി ചൊറിയായി ഞാൻ റേഡിയോ കിടന്ന് വിളിക്കുക ലൈക്ക് ഇവിടെ എന്തോടാ ഞാൻ വന്നിട്ട് പോവാം, ഞാനും സുനിമോനൊക്കെ വേറെ സ്ഥലത്ത് നിൽക്കുകയാണ് വേറെ ഇതായിട്ട് മനസ്സിലായ. അപ്പം നമ്മള് അവിടുന്ന് ഇവനെ വിളിച്ചിട്ട് ഒരാടെ നമ്മള് വന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പപ്പ ഒന്നും കേൾക്കണല്ലോ. വേറെ വണ്ടി എടുത്ത് ദാമുനെ വിളിച്ച് അവന്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. ഞാൻ വന്നിട്ട് ഇവനെ തിരക്കണ്, ഞാൻ മുതുക്കില് തിരക്കിടാണ് പപ്പോടെ എന്ന് പറഞ്ഞു. ഇവൻ റേഡിയോ ഒരു കോള് അണ്ണാ അവന്മാരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിൽക്കണം എന്ന് കേട്ട് രണ്ടാമത്തെ കോളെന്ന് പറഞ്ഞാൽ ഇവൻ ചാവെന്നാണ് കോള് കേൾക്കുന്നത്. എനിക്കങ്ങ് ഒരുമാതിരിയായി മനസ്സിലായത്. നമ്മള് വിളിച്ചിട്ട് എന്താ കാര്യം എന്താ സിറ്റുവേഷൻ പോലും പറയണ എടുത്തു ചാടി ചെയ്തപ്പോ പെട്ടെന്ന് ഗുലാനും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഗുലാൻ പറയടാ നിന്റെ കോൾ ലീഡറല്ലേടാ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്ന കേൾക്കാൻ പറ്റൂലടാന്നൊക്കെ പറഞ്ഞു. ചത്ത് എണീച്ച് വന്നപ്പോ സംസാരിച്ചു മനസ്സിലായി. അത് കഴിഞ്ഞ ശേഷം ഒന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവന്മാര് അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടാണ് അവൻ ചെന്നത്. അവിടെ എന്തിനാണ് ഇടിച്ചെന്ന് ചോദിക്കാൻ മാനിയായിട്ടാണ് അവൻ വന്ന് ചോദിച്ചത് എന്താണ്. ഇവന്മാര് ആദ്യം കിളത്തി നമ്മളെ ഡ്രസ് കണ്ടിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ലേ ഏത് ഗ്യാങ്, അങ്ങനത്തെ ഉള്ള ടോക്കായിരുന്നു ഇവന്മാരെ അടിച്ചത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏതാണ് ടീം അതേതായിരുന്നു? അപ്പം മറ്റേ ഇവന്മാരില്ലേ വാഗോസ് അല്ലേ, അപ്പം അവരടുത്ത് സംസാരിക്കാൻ അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാര് ഇടിച്ചങ്ങ് ഇട്ട് കൊന്നു കളഞ്ഞിട്ട് കളഞ്ഞ ശേഷം വന്നിട്ട് വണ്ടി ഇടിച്ചാണോ വന്നത്? അല്ലല്ല കൈ കൊണ്ട് ഇടിച്ച് കൊന്നവനെ. എവിടെ വെച്ചാണ് കൊന്നത്? ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെച്ചാ? ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെച്ച്. ഗ്യാങ്സിന്റെ ഫ്രണ്ട് എന്തിനു പോയത്? അത് തന്നെ പറഞ്ഞ എന്തിനു പോയെന്നുള്ള രീതിയില് മനസ്സിലായില്ല. ചോദിക്കാൻ വേണ്ടിട്ടാണ് പോയത്. മാനിയായിട്ടാണ് പോയത്. ആള് വെടിവെക്കാനൊന്നും അല്ല, ഇടിച്ചിട്ടിട്ട് അവന്മാര് വണ്ടി എടുത്തോണ്ട് പോയോണ്ട് ഇവൻ എന്ത് ചെയ്ത് ദാമനെ വിളിച്ചങ്ങ് കേറിയിട്ട് അവന്മാര് ഇടിച്ചെടുത്ത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് നടന്ന് ചെന്നിട്ട് കാര്യം ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഏത് ഡ്രസ് എന്നൊക്കെ പറഞ്ഞ അവന്മാര് കൊണച്ചത് ഏത് ഗ്യാങ് കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ സംസാരമായി. അതിന്റെ ഇടയിൽ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ആരോ പിന്നെ ഇടിച്ചങ്ങ് കൊന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് കൊന്ന ശേഷമാണ് ഇവന്മാര് മറ്റേ സംഭവം ഇട്ടത്. ഏത് ഇവിടെ ലീവ് ചെയ്യണ ഏരിയന്ന് എന്ത് നമ്മളൊരാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇട്ടിട്ട് വേണം നമ്മൾ ലീവ് ചെയ്തില്ലെങ്കിൽ വേണം ആൾക്കാരെ കൊല്ലാനുള്ളത്. ഇവന്മാര് കൊന്ന ശേഷമാണ് അത് എടുത്തിട്ടത് മനസ്സിലായ. ഇതെല്ലാം കണ്ടോണ്ട് ദാമു വന്ന് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കണേ നമ്മളെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ അടുത്തൊന്നും ചോദിക്കാതെ ഇവിടെ ഞാൻ ചെയ്യണം അണ്ണാ ചെയ്യട്ടെ ഇവന്മാര് വന്ന് ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യട്ടെ ഞാൻ ഗ്യാങ്സ് ഒന്നും പറയാതെ നേരെ അവൻ ചെന്ന് ഗ്യാങ്സ് പോയി. അത് തെറ്റ് തന്നെയാണ്. അമ്മരെ ഗ്യാങ്സ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂലല്ലോ. അമ്മരെ അടിച്ചിടും. നമുക്ക് ചോദിക്കാൻ പറ്റണ വാണിംഗ് ഫയർ ഒന്നും കൊടുക്കാതെയാണ് അവനെ കൊന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളെ ഈ ഗ്യാങ് അത് ഈ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് അവന് ഗ്യാങ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞ് ബ്രോ നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ മാന്യമായിട്ടാണ് സംസാരിച്ചത് എന്റെ അടുത്ത്. എന്താണ് ഉണ്ടായത് നമ്മൾ പറയാം. അപ്പൊ ഞാൻ നമ്മളെല്ലാരും മീറ്റിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ടുള്ളവരോ തീട്ടങ്ങളൊന്നും വരണ്ട. ഓക്കെ ഡ്രസ് മാറും, എല്ലാ ഡ്രസ്സും മാറും. എല്ലാ രീതിയിൽ സംസാരിക്കാം. അവർ റോങ് ആവണമെങ്കിൽ നമുക്ക് റോങ് ആയിട്ട് സംസാരിക്കാം. ഇന്നലെ രായണ്ണ വിളിച്ചിട്ട് നല്ല രീതിയിൽ അറിയാത്ത പോലെ അവൻ കോലീഡർ തന്നെ അവിടെ ഉണ്ടേയും താനും അറിയാത്ത പോലെ അവൻ സംസാരിച്ച എന്റെ അടുത്ത് നല്ല മാനിയായിട്ടാണ് സംസാരിച്ചത്. അവനാണ് ഫോണെ അടിച്ചും ചെയ്ത് ഇതേ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു അവൻ ഉണ്ടായിരുന്നു, അവനാണ് മെയിൻ എന്ന് പറഞ്ഞു. അവനാണ് പേരും കൊണ്ട് വന്ന് മാസം കളിച്ചോണ്ടിരുന്നത്. നിൽക്കുന്നത് പപ്പടം സംസാരിക്കാൻ പറയാത്ത സമയത്ത് കയറി ഇടയ്ക്കറി കേട്ടെന്ന് ആണോ സംസാരിച്ചാൽ ഞാൻ കളഞ്ഞിട്ടു.
ഗ്യാരേജ് അങ്ങോട്ട് വരാം. ഹലോ ഹലോ ബ്രോ. ആ കേക്കാം. ആരൊക്കെയായിരുന്നു? പേരെന്ന് പറയോ? ഞാൻ ഗോഡ്ഫ്ലിക്സ്, ഇത് ലെഫ്റ്റ് നിയോ, ഇത് ജെറ്റുമോൻ. ബ്രോ ഇന്നലെ ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നിങ്ങളെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് നമ്മള് ഞാൻ ഈ ഗോഡ്ഫ്ലിക്സിനെ വിളിക്കാൻ വേണ്ടി മുതുക്കി ചെന്നു. അപ്പത്തേക്ക് നമ്മളവിടെ നിർത്തിയിട്ടിരുന്നപ്പം നിങ്ങളുടെ കൂടെ ദാമു എന്ന് പറഞ്ഞ പുള്ളി സിറ്റിസൺ ഡ്രസ് സിറ്റിസൺ വണ്ടി വന്ന് ചുമ്മാ വന്ന് വഴി കൂടെ നോക്കി ഓടിക്കണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ സൗകര്യം ഇല്ല, സിറ്റിസൺ ആണെങ്കിൽ അതുകൂട്ട് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ വണ്ടിക്കിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തു. അപ്പൊ വണ്ടിക്ക് എത്തുന്നു ആ ബാക്കി ഇരിക്കുന്നു പുള്ളി ഇറങ്ങി. പുള്ളിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നത് ഡ്രസ് ഇല്ലായിരുന്നു, അതേണ്ട ഡ്രസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റവനോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ മറ്റവൻ ഇപ്പൊ എന്നിട്ടും സിവിലിയൻ ഡ്രസ് ആയിരുന്നു. എന്നിട്ട് അവൻ കൊണ അടിച്ചോണ്ടിരുന്നപ്പോ തിരിച്ചു പറഞ്ഞോണ്ടിരുന്നപ്പോ ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാരും. എന്നിട്ട് നമ്മള് ഗ്യാങ്ഹൗസിൽ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോ ഗ്യാങ്ഹൗസിന്റെ വണ്ടി നമ്മള് MOB ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു. അടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നപ്പം പിന്നെയും സിറ്റിസൺ ബൈക്കില് ഗ്യാങ് ഡ്രസ് ഇട്ട് വന്നു ഫ്രണ്ടില്. എന്നിട്ട് മുതുക്കി വെച്ച് ഇടിച്ച എന്തിന് ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരുന്നു. അപ്പത്തേക്ക് ഈ ഗോഡ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ പുള്ളി പേര് ചോദിച്ചു, എന്താ ഫാമിലി ഏതാന്ന് ചോദിച്ചു. എല്ലാരും ചോദിക്കുന്നു ഫാമിലി ഏതാന്ന് ചോദിച്ചു. പുള്ളി ബാഗും ഇതൊക്കെ ഇട്ടോണ്ട് വന്നിരുന്നത്. അപ്പൊ പേര് കണ്ടില്ല, ബാഗും ബൈക്കിന്റെ അകത്തിരുന്നോണ്ട്. അപ്പത്തേക്ക് പേര് ചോദിച്ചപ്പോ നിനക്ക് കണ്ണില്ലേടാ എന്തോ ചോദിച്ചു. കണ്ണി ചൊറിയോ കുരു അങ്ങനെ കണ്ണി കുരുവാണോ അങ്ങനെ ചൊറിയായി. അപ്പത്തേക്ക് ഞാനപ്പം ഇറങ്ങി വന്നു, ഗ്യാങ്ഹൗസിന്റെ അകത്തായിരുന്നു. ഞാൻ ഇറങ്ങി വന്നിട്ട് പുള്ളി ബൈക്കിൽ ഇരുന്നപ്പോ ഞാൻ ബൈക്കിനിട്ട് ഒരു ചവിട്ട് കൊടുത്ത്. അത് ഭയങ്കര ഇതായപ്പോ ഒരു ചവിട്ട് കൊടുത്തപ്പോ പുള്ളി ഡെഡായി ബൈക്കിന്റെ അകത്തിരുന്നു. പുള്ളി രണ്ടുപേരും ബൈക്കിൽ ഇരിക്കുവായിരുന്നു. ഞാൻ അറിയാൻ ചവിട്ടിയപ്പോ ഒരാൾ ഡെഡായ ബൈക്കിലിരുന്നു. സിറ്റുവേഷൻ അല്ല ബ്രോ, ജസ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എടാ സിറ്റുവേഷൻ ഉള്ള ആള് ആരായിരുന്നു? അല്ല കുറച്ചുകൂടി അറിയുന്നുണ്ടല്ലേ, നീ എന്തായാലും പറ, എന്നിട്ട് പറ. സംഭവം അതായത് ഇവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പപ്പടം ഞാൻ പറയട്ടെണ്ണ, ഞാൻ ഇവന്മാര് അടി ഒന്നും എനിക്ക് അറിയത്തില്ല. AFK ആയിട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു വന്നു. ഞാൻ ഇവന്മാര് പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് ഇറങ്ങിയോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നടന്നു വന്ന മുതുക്ക് ഞാൻ വണ്ടി ഒന്നും ഇതിലൊന്നും കയറിയിട്ടില്ല ഇതുവരെ. ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്ന് ഇവന്മാരെ എന്നെ ഇടിച്ചിട്ട് പോയി. തിരിച്ചു ചോദിക്കാൻ ഇവന്മാരെ അങ്ങ് പോയി. ഞാൻ എന്നിട്ട് അവിടെ പോയി ബ്രോ എന്താ ഞാൻ ചോദിച്ചോ, ഞാൻ മാനുവരിതായിട്ടാ ചോദിച്ചാ ബ്രോ എന്നെ വണ്ടി ഇടിച്ചിട്ട് അല്ല ബ്രോ, ഞാൻ മറ്റേ നിങ്ങളുടെ കൂടുതലുള്ള ഒരു പുള്ളി വന്നിരുന്നല്ലോ, പുള്ളി അടുത്തൊന്ന് പേര് വെച്ച പുള്ളി നേരെ ചൊല്ലല്ലോ പറഞ്ഞത്. ഇവന് മരിച്ചതിന് ശേഷമാണോ ഇറങ്ങി വന്ന് ഇടിച്ച് തുടങ്ങുന്ന അവിടെയാണ്. നീ അവരെ ഇടിച്ചായിരുന്നു? ഞാൻ ഒന്നും ഇടിച്ചിട്ടില്ല, ഞാൻ ഒന്നും ഇടിച്ചിട്ട് പോലില്ല ഇവന്മാരെ. ഞാൻ ഇവിടെ പോലില്ല. അല്ല ഇവരെല്ലാം ഇടിച്ച് ഞാൻ വണ്ടിക്ക് ഇടി കൊടുക്കുന്നത്. ഞാൻ ഇപ്പൊ ഇടിച്ചെന്ന് പറയണേ ബ്രോ ഒന്ന്. താങ്കളല്ല പറഞ്ഞ ദാമു പീപ്പിനെയാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി വണ്ടിന്ന് ഇറങ്ങിയപ്പോ വീണ് ഇടിച്ച് ഇടി കൊടുക്കാൻ പുള്ളി വണ്ടിന്ന് ഡോറ് തുറന്ന് ഇറങ്ങുമായിരുന്നു. അല്ല ഏത് വണ്ടിയില്ല ഞാൻ വന്നതൊന്നും എനിക്ക് അറിയണം. ഞാൻ കേറാത്ത വണ്ടി ഇതില് ഞാൻ വണ്ടി ഓട്ടിച്ചിട്ടില്ല, ഞാൻ നടന്നാണ്. അല്ല ദാമുവിന്റെ കേസ് അല്ല ബ്രോ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ സിറ്റിസൺ ഡ്രസ് ആയിരുന്നു ഇതായിരുന്നു മനസ്സിലായി. അത് നമ്മള് അതിന്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല. അല്ല അതിന്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സിറ്റിസൺ ഡ്രസ് ആയതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ അല്ല ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ഞാൻ നടന്നാ വന്ന ബ്രോ, രണ്ടുപേരാണ്. അത് ഞാനല്ല ബ്രോ, ഉറപ്പ് വരാ. ഞാൻ അത്ര നേരം AFK ആയിരുന്നു. ഞാൻ AFK ആയിരുന്നു. ഞാൻ അവിടെ എനിക്ക് വില്ലു എടുത്ത് വെച്ചു നോക്കണോ? ഞാൻ ഇപ്പൊ വന്നു വില്ലുണ്ടായിരുന്നു, സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബ്രോ അതല്ല നമ്മള് ഇപ്പൊ വന്ന സമയത്ത് ജസ്റ്റ് സംസാരിക്കുമല്ലോ. അപ്പൊ നിങ്ങളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്നാണേലും നിങ്ങൾക്ക് ജസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഇടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒന്ന് സംസാരിച്ച് അല്ല വണ്ടിക്കിട്ട് തന്നെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ബ്രോ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം ബ്രോ. ഇപ്പൊ ഇവൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടാണ് നിന്നത്. അപ്പം ബ്രോ അത് നമുക്ക് നമ്മളെ ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്റെ ഒരു വിശ്വാസം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാവുന്നതായിരിക്കുമല്ലോ എന്തായാലും. കാണാൻ ഇത് എന്തോ എഴുതി വെച്ചിരിക്കുന്നത്.
അല്ല അവന്റെ പുറകിലുണ്ടല്ലോ അവസാനം. ബ്രോ പുള്ളി വാങ്ങിട്ടേക്കുവാണ് ബാഗും മറ്റേ സ്കേറ്റിംഗ് ബോർഡും ഒക്കെ പിടിച്ച് വെച്ചേക്കുവാണ്. ബ്രോ ഈ കളർ വേറെ ഏത് ഗാങ്ങിനുണ്ട് എന്ന് പറയാ. അവർക്ക് നോളജ് ഫാമിലി പേരെല്ലാം ചോദിച്ചു, വേറൊന്നും ചോദിച്ചില്ല നമ്മളവിടെ. ഫാമിലിയുടെ പേരെന്താന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ദാമു ആരാന്നറിയാം. ദാമു ഏത് ഗാങ്ങിലുള്ള നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നാ? നമ്മള് ചോദിച്ച അല്ല ഞാൻ ചോദിക്കുക. അല്ല ബ്രോ അതല്ല സംഭവം ഇത്ര ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിയത് അറിഞ്ഞോണ്ടല്ല. അപ്പൊ നിങ്ങൾ കൊല്ലാൻ വേണ്ടി നമ്മൾ ഇടിച്ചൊന്നുമില്ല, ബൈക്കിലിട്ടാണ് ഇടിച്ചത്. പുള്ളി അപ്പത്തേക്കും ഡെഡായി വീണു. നമ്മൾ അടിച്ചതൊന്നും ഇല്ല. ബൈക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് ബൈക്കിൽ ചവിട്ടിയപ്പോ വീണ് ചത്തു. ഡൗൺ ആയി. പക്ഷെ ഇടിച്ചു കൊന്നാണല്ലോ പറഞ്ഞത്. ഇടിച്ചല്ലാണ് മരിക്കുന്നേ. അല്ലാണ്ട് ബൈക്ക് തട്ടുന്നത് പറഞ്ഞ പോരെ. ഞാൻ മനസ്സമായിട്ടല്ല വന്ന് ചോദിച്ചത് ബ്രോ. അറിയാതെ അല്ലല്ല ആദ്യമേ വണ്ടി ഇടിച്ച ഞാൻ ചോദിച്ചല്ലോ ബ്രോ എന്താ എന്നെ ഇടിച്ചിട്ടെ ഇത്രയും പറഞ്ഞാ പോരെ. അറിയാതെയാണ് ബ്രോ ഇത്രയും പറഞ്ഞ ഞാൻ അവിടെ അതല്ലേ ബ്രോ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ സംസാരിച്ചിട്ട് പോരാ. വണ്ടിയിൽ ഇരുന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ ഇടിച്ചെന്നല്ല അവൻ വണ്ടി കൊണ്ട് ഇടിച്ചെന്നല്ല. വണ്ടിയിൽ അവൻ ഇടിച്ചപ്പോ ഇവൻ വണ്ടിയിനകത്ത് വീണ് ചത്തു. മനസ്സിലായില്ലേ? അതല്ലേ സംഭവം പ്രൊപ്പടം ആണ് പറയുന്നത്. എന്നിട്ട് പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് ഇങ്ങോട്ടോ കുറച്ചും ഇങ്ങോട്ടോ. ഇപ്പൊ പറയുന്നത് അവര് പക്ഷെ അവര് ഇന്റർനാഷണലി ചെയ്തതല്ല അവർക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ ഒന്നുമല്ല സംസാരിച്ചെന്നാ. അപ്പൊ എന്താണ് പറഞ്ഞ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറ. അതെടുത്ത് പപ്പടം നിനക്ക് പറ. നിനക്ക് പപ്പടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് വിട്ടോ. നീ സെയിം അവര് ചെയ്തെന്താണോ അതേപോലെ അപ്പം തിരിച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ സോറി അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ മനസ്സിലായില്ലേ? നിങ്ങള് വണ്ടിയില് അല്ല വണ്ടിയില് അത് കുഴപ്പമില്ല. അല്ല നിനക്ക് സെയിം സംഭവം ചെയ്യാ സോറി പറയാ. എന്നിട്ട് അത് തീർക്കാൻ സോറി പറയുമ്പോ അവര് തീർക്കുകയാണെങ്കിൽ അവര് തീർന്നിട്ടുണ്ട്. അവരിപ്പോ ആ രീതിയല്ലേ പറഞ്ഞു. അവര് ചെയ്ത സംഭവം സെയിം നമ്മൾ ചെയ്ത അവര് വിട്ടിട്ട് പോകെങ്കിൽ അവർക്ക് വിട്ടിട്ട് പോട്ടെ. ഓക്കെ അതിനുശേഷം അവര് വരണമെങ്കിൽ അവര് വരട്ടെ. ഓക്കെ പിന്നെ എങ്ങനെയൊക്കെ എടാ പറയട്ടെ. പപ്പടം ഇവിടെ വെച്ച് നമുക്കിപ്പോ സിറ്റുവേഷൻ എന്തായാലും എടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇത് ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വാറ ഡയറക്റ്റ് വിളിക്കാൻ പറ്റും. ഇത് വാറ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇപ്പൊ നമ്മളെ ഇല്ല. മനസ്സിലായില്ലേ? ചെറിയൊരുമാരും സിറ്റുവേഷനാണ്. ഒരു സിറ്റുവേഷനായിട്ട് തന്നെ പോട്ടെ. ഒരു സിറ്റുവേഷനായിട്ട് തന്നെ പോട്ടെ. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ അമ്മമാര് ചെയ്തത് എന്താണോ അത് നമ്മൾ തിരിച്ച് ചെയ്യുന്നു. അല്ല വെറുതെ ഇവിടെ അല്ല, തിരിച്ച് അതേപോലെ ചെയ്യുന്നു. അമ്മമാര് കാണിച്ചത് സെയിം അതേ എക്സാക്ട് സെയിം നീ തിരിച്ചു കാണിച്ചോ. എന്നിട്ട് അമ്മമാര് വന്നിട്ട് വീണ്ടും എന്താണ് പറയാൻ നോക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ പറയല്ലോ. ഈ ഞാൻ തന്നെ നമുക്കും പറയാം ബ്രോ നിങ്ങൾ ഇതപ്പോ ഈ സിറ്റി ഞാനല്ലേ പറഞ്ഞേ സെയിം അല്ലേ എപ്പോഴും നടന്നേ നമുക്ക് പറയാം. പ്രശ്നം തീർന്നില്ലേ? എന്നിട്ട് അവർക്ക് അടിക്കണമെങ്കിൽ അടിക്കാൻ വരട്ടെ. പ്രശ്നം തീർന്നില്ലേ? എന്തൊരു സ്പീഡ് എന്തിനാടാ ഈ കണ്ടവന്മാരെ കയറി ഇതിന്റെ അകത്ത് ഇടപെടുന്നത്? അത് മാത്രമല്ല സ്പീഡിന് മാത്രമല്ല രാത്രി ഞാൻ സിറ്റി എടാ ഒരു കാര്യം ചെയ്യ്. എടാ നീ പപ്പടാ നീ എന്നിട്ട് നിന്നെ കൊന്നതിന് സോറി പറഞ്ഞ. എടാ സോറി പറഞ്ഞ ഇഷ്യൂ സോൾവ് ആക്കാന്ന് പറയടാ. എടാ ഒന്നെങ്കിൽ പറയാം സോറി എടാ രണ്ട് ഓപ്ഷൻ ഉണ്ട് പപ്പടാ. നീ പറ സോറി അവരെ സോറി പറഞ്ഞത് സോൾവ് ആക്കുന്ന രീതി പറയാം അല്ലെങ്കിൽ മറ്റേ രീതി ഇപ്പൊ ഏതാണ് സോറി പറഞ്ഞെങ്കിൽ സോൾവ് ആക്കി. എനിക്ക് പ്രശ്നമില്ല. എടാ എന്നാ പറ പറ. മിണ്ടായി സംസാരിക്കാൻ പറഞ്ഞില്ലല്ലേ. പറഞ്ഞു അതായത് ബ്രോ നിങ്ങള് സൈഡിൽ നിന്ന് നിങ്ങളെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇന്റൻഷനിൽ ചെയ്തതല്ല. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരാള് ചാവ് കാണിച്ചത് എന്തായാലും ചവിട്ടിട്ട് അത് നിങ്ങൾ ഇന്റൻഷൻ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പക്ഷെ നിങ്ങളെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആയിട്ട് പറ്റിയതാണ്. അത് സോറി പറഞ്ഞാൽ തീർക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പൊ അത് കൊന്നത് നമുക്ക് ബ്രോ അത് ഷോക്കായിട്ട് തോന്നി. മനസ്സിലാ
നിങ്ങള് ഇന്റൻഷ്യലി ചെയ്തതാണോ അല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവനത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാന്നുള്ള രീതി പറഞ്ഞു. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, അത്രേ ഉള്ളൂ അവിടെ തീർന്നു. ഓക്കെ ബ്രോ, അപ്പൊ ശരി, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഓക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ ശരി. പപ്പട സോറി അവര് പറഞ്ഞിട്ടുണ്ട്. ഇനി പപ്പട എടുക്കരുത്. ഓക്കെ, അവര് സോറി പറഞ്ഞിട്ടുണ്ട്.